കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയത്തിനെതിരെ ജനങ്ങളുടെ ആശങ്കകൾ ഉയർത്തിക്കാട്ടി എറണാകുളം YMCA ഹാളിൽ E20 ജനകീയ വേദി സംഘടിപ്പിച്ചു. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത ശേഷമേ E20 നയം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്നും പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്നതിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിദഗ്ധരും ജനപ്രതിനിധികളും വാഹന ഉടമകളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പെട്രോളിൽ 20% എത്തനോൾ കലർത്തുന്ന E20 നയം രാജ്യത്ത് നടപ്പാക്കുന്നതിന് മുൻപ് വാഹന ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കുകയും നയത്തിന്റെ സാമ്പത്തികവും സാങ്കേതികവുമായ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തുകയും വേണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം YMCA ഹാളിൽ E20 ജനകീയ വേദി സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയ പരിപാടിയിൽ E20 നയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിദഗ്ധരും മെക്കാനിക്കുകളും ജനപ്രതിനിധികളും വാഹനോടമകളും പൊതുപ്രവർത്തകരും വിശദീകരണങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കാനുള്ള സാധ്യത, പഴയ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ, വാഹനങ്ങളുടെ പരിപാലന ചിലവിലുണ്ടാകുന്ന വർധന, E20 ഉപയോഗിക്കാൻ കഴിയാത്ത വാഹന ഉടമകൾക്കുള്ള ബദൽ സംവിധാനം എന്നിവ സംബന്ധിച്ച് വ്യക്തത ആവശ്യമാണെന്നും E20 നടപ്പാക്കുന്നതിന് മുൻപ് വാഹന ഉടമകൾക്ക് ആവശ്യമായ മുന്നറിയിപ്പും തിരഞ്ഞെടുക്കാനുള്ള അവസരവും നൽകേണ്ടതുണ്ടെന്നും വാഹന നിർമ്മാതാക്കളുടെയും ഇന്ധന വിതരണ സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തം സംബന്ധിച്ച് വ്യക്തമായ നയം വേണമെന്നും ജനകീയ വേദിയിൽ ആവശ്യമുയർന്നു. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത ശേഷമേ E20 നയം മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നതാണ് ജനകീയ വേദിയുടെ പ്രധാന ആവശ്യം. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ അധ്യക്ഷത വഹിച്ചു. സംസാരിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഒന്നൊരു അഭിപ്രായം ഈ വർക്ക്ഷോപ്പിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങൾക്ക് ഇത് കൂടുതൽ ജോലി കിട്ടുന്നു എന്നൊരു അഭിപ്രായം തോന്നുന്നു. പക്ഷെ നിങ്ങൾ അതിന്റെ ദുരന്തം മനസ്സിലാക്കി ഇവിടെ വരികയും ഈ ഒരു പോരാട്ടത്തിൽ ഇതിന്റെ സാമൂഹ്യ മനസ്സാക്ഷിയോട് നിൽക്കുക എന്ന് പറയുന്നത് അഭിനന്ദനീയമായ കാര്യമാണ്. ജനറൽ സെക്രട്ടറി അലി സുജാത് പ്രമേയം അവതരിപ്പിച്ചു. വേദിയിൽ ഇരുചക്ര വാഹനം എത്തിച്ച് അബൂബക്കറും സംഘവും അവതരിപ്പിച്ച E20 പെട്രോൾ അപാകതയെക്കുറിച്ചുള്ള ലഘുനാടകം ഏറെ ആകർഷകമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. MyG ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ ആലുവയിലും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ആക്സസറീസ്, അങ്ങനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇനി ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ. ഇനി കാണാം ആലുവയുടെ വലിയ ഫ്യൂച്ചർ.